അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതിന് സൈഡ് ഡിഷായിട്ട് ഒരു കറികളും വേണ്ട. അപ്പോൾ ആ റെസിപ്പിയുടെ പേരാണ് കോക്കനട്ട് പോളി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 250 ഗ്രാം മൈദയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന മഞ്ഞൾപ്പൊടിയാണ്. അത് ഓപ്ഷനിലാണ്, ഞങ്ങൾ കളറിന് വേണ്ടി ചേർത്തതാണ്. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പൊറോട്ടയുടെ മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവണേ. നിങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കണേ. ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ അറിയിക്കണേ. അങ്ങനെ നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാത്രത്തിൽ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം വറുത്തെടുക്കേണ്ടത്. നമുക്കിത് 5 മിനിറ്റ് വറുത്തെടുത്താൽ മതി. അധികം അങ്ങനെ ബ്രൗൺ കളർ ആവണ്ട. നമുക്ക് തേങ്ങയ്ക്കൊരു മണം വരുമല്ലോ, അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഒരു പ്രാവശ്യം ഇത് റെഡിയാക്കിയാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങയൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു മിക്സി ജാറിലേക്ക് നമ്മൾ തണുത്ത തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കരയാണ് ചോപ്പ് ചെയ്തത്. അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ശർക്കര അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബൗൾസ് ആക്കണം. ബൗൾസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് ലൂസ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാവും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് കട്ടിയായിട്ട് വരും. ഞങ്ങൾ ചെയ്തപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഇതുപോലെ ബൗൾസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ബൗൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറോളമായി നമ്മൾ മാവ് അടച്ചു വെച്ചിട്ട്. അപ്പോൾ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് മാവ് നമുക്ക് 5 മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം നമുക്കതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾ വെച്ച് കൊടുത്ത് ഇതൊരു ബോളാക്കി എടുക്കാം. ഇത് ബോളാക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് പരത്തി നൈസാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് ഇവിടെ ഒരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ കല്ല് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.